ഭൂപടത്തിൽ നിന്ന് ഇപ്പോൾ കാണുന്ന സിറിയയുടെ ചിത്രം വളരെ പെട്ടെന്ന് ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ തെറ്റാവുമോ? തെറ്റായില്ല. കാരണം സിറിയ മൂന്നാക്കി വിഭജിക്കപ്പെടും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞൊരു കാര്യം. തന്നെ കാര്യമായ ഒരു ഭരണമൊന്നും ഇല്ല അവിടെ. അല്ല, സിറിയയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 മുതൽ ആസാദികളായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അസദിൻ്റെ ഭരണം. ആസാദികൾ ദീർഘമുണ്ടെന്നാണ് തോന്നുന്നത്. അസദല്ല, ആസാദി തട്ടിയെന്ന് തോന്നുന്നു. ഇത് ആസാദ് എന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ട് വന്നതാണ്. അതിൽ ബഷർ അൽ അസാദ് അദ്ദേഹത്തെ 2024 ഡിസംബറിൽ അടിച്ചോടിച്ചു. അദ്ദേഹം റഷ്യയിൽ അഭയം തേടി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ അടിച്ചോടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സിറിയൻ റെവല്യൂഷണറി വിക്ടറി കോൺഫറൻസ് എന്നാണ് ആ സംഘത്തിൻ്റെ പേര്. ആ സിറിയൻ റെവല്യൂഷണറി വിക്ടറി കോൺഗ്രസ്. അപ്പോൾ വിപ്ലവകാരികളാണ് ഭരിക്കുന്നത്. വിപ്ലവകാരികൾ അവിടെ വന്ന HTS എന്നായിരുന്നു അവരുടെ ആദ്യത്തെ പേര്. അവരല്ലേ അധികാരം പിടിച്ചെടുത്തത്. ഏത്? HTS വേറെ. HTSന് വേറൊരു പ്രദേശമുണ്ട്, അതിലേക്ക് വരാം. ഇത് ഇപ്പോൾ ഡമാസ്കസിൽ ഇവരാണുള്ളത്. മനസ്സിലായി. അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. 2012 ഉണ്ടാക്കിയ ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. ആ ഭരണഘടന റദ്ദ് ചെയ്തിട്ട് ശരീഅത്ത് നിയമം നടപ്പാക്കി, സ്വന്തം നിലക്ക് നടപ്പിലാക്കി. ശരീഅത്ത് നിയമം മതി എന്ന് പറഞ്ഞു. ആ ശരീഅത്ത് നിയമപ്രകാരമുള്ള ഭരണം പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പുള്ളിക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇടക്കാലം വേണമല്ലോ. ഇടക്കാലത്തേക്ക് എല്ലാ അധികാരവും പ്രസിഡൻറ്റിന് കൊടുത്തു. ശരീഅത്ത് നിയമപ്രകാരം പ്രസിഡൻ്റാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ബാക്കിയൊക്കെ ഇനി ഭരണഘടനയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭരണഘടന ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടന ഉണ്ടാക്കി കൊടുക്കും. ആ ഭരണഘടനയിലും പരമാധികാരി ആരായിരിക്കും? പ്രസിഡൻ്റായിരിക്കും. ആ പ്രസിഡൻ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന കക്ഷി തന്നെ പ്രസിഡൻ്റായിട്ട് ആജീവനാന്തം തുടരും എന്നൊരു സങ്കല്പത്തിലാണ് പുള്ളി പോകുന്നത്. 5 കൊല്ലമാണ് ഭരണഘടന ഉണ്ടാക്കാൻ സമയം കൊടുത്തേക്കുന്നത്. അപ്പോൾ 5 കൊല്ലം പുള്ളിയുടെ ഭരണം തന്നെയായിരിക്കും. ആ ഭരണത്തിൻ്റെ ഒരു സവിശേഷത എന്ന് ശരീഅത്ത് നിയമം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന ഒരു ഭരണമാണ് ഇപ്പോഴവിടെ ഉള്ളത്. അപ്പോൾ ആ ഭരണത്തിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കുമ്പോൾ ഇസ്ലാം ഇതര മതസ്ഥരോടുള്ള ശത്രുത അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട്, ബ്ലഡിലുള്ളൊരു കാര്യമാണ്. ഈ അദ്ദേഹത്തിൻ്റെ അല്ല, ഈ ഭരണ സമ്പ്രദായത്തിൻ്റെ. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, മറ്റു മതങ്ങളെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ തിക്ത അനുഭവം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം ക്രിസ്ത്യൻസാണ്. അതെ. ഈ ദമാസ്കസിലെ ദുലൈലാണ് ഇന്നലെ മാറേലിയാസ് പള്ളിയിൽ, സിറിയൻ കാത്തലിക് പള്ളിയിൽ ചാവേർ സ്ഫോടനം നടത്തി 10-26 പേരെ കൊലപ്പെടുത്തിയത്. ആ ചാവേർ വെറുതെ കൊന്നതല്ല. ആദ്യം പോയിട്ട് വെടിവെച്ചു കൊന്നു. അവസാനം പിന്നെ ഇയാൾ പൊട്ടിത്തെറിച്ചു. അതിലെനിക്കൊരു സംശയമുണ്ട്. കാരണം ഈ പൊട്ടിത്തെറിക്കുന്നത് വല്ല റിമോട്ട് സിസ്റ്റത്തിൽ ആരെങ്കിലും ചെയ്തതായിരിക്കും. കാരണം അല്ലെങ്കിൽ അവൻ വെടിവെക്കേണ്ട കാര്യമില്ല. കാരണം 26 പേരെ അവൻ പൊട്ടിത്തെറിച്ചാൽ തന്നെ ചത്താനെ. കുറേ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അവരൊക്കെ ആശുപത്രിയിലാണ്. കുറേ പേരുടെ നില ഗുരുതരവുമാണ്. പക്ഷെ ഇതൊന്നും ഇവിടെ വേണ്ടത്ര ഈ ഇസ്ലാമിക ക്രൈസ്തവ കോൺഫ്ലിക്റ്റ് ഇവിടെ വേണ്ടത്ര. മനോരമ അകത്തൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ യാക്കോബായ സഭ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞു. ഒരു കുഞ്ഞു വാർത്ത. അവരുടെ പള്ളിയാണത്, ജക്കോബൈറ്റുകളുടെ 2 ഗോളത്തിൽ 10-ാം പേജിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അവർ പത്രം നിർത്തിയാലോ ഭയന്നിട്ടാണ് അത് കൊടുത്തേക്കണം. അല്ല, വാർത്ത കൊടുത്താൽ വേറെ ആളുകൾ പത്രം നിർത്തും. അതെ, ഇസ്ലാമിക ഭീകരതയുടെ വാർത്ത കൊടുക്കാൻ പാടില്ല. അതെന്തോ വിശുദ്ധമായിട്ടൊരു ഇടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടായില്ല എന്നാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോൾ ഡമാസ്കസ് ഇതായിട്ടാണ് ഇപ്പോൾ പുള്ളി ഭരിക്കുന്നത്. അത് അഹമ്മദ് അൽ ഷാരയാണ് ഇപ്പോഴത്തെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുള്ളത്, സിറിയ സമ്പൂർണമായും അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നിട്ടില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീഅത്ത് നിയമപ്രകാരം ഇടക്കാല ഭരണകൂടമൊക്കെ ഉണ്ടാക്കി പുള്ളി റവല്യൂഷണറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിറിയയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ മുഴുവനും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഘമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇവർക്ക് പ്രവേശനമില്ല. അപ്പോൾ രണ്ടാമത്തെ ഭാഗം, ഒന്ന് ഡമാസ്കസ് ഭാഗം, ഒന്ന് വടക്ക് കിഴക്കൻ ഭാഗം. പിന്നെ തുർക്കി കുറേ ഭാഗങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട്
അവിടെ സിറിയൻ നാഷണൽ ആർമി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പ്രദേശം തുർക്കിയുടെ കീഴിലുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സിറിയ എന്ന രാജ്യം 3ആയി വിഭജിക്കപ്പെടുകയും ആ 3 പേര് അവിടെ ഭരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. പക്ഷേ വിഭജിക്കപ്പെടുന്നത് 3ആയിട്ടാണെങ്കിൽ അവർക്ക് തമ്മിൽ യോജിപ്പുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 കൂട്ടരും ഒരേപോലെ തന്നെ ശരീഅത്ത് നിയമപ്രകാരം ഭരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടുത്തെ അവശേഷിക്കുന്ന ക്രിസ്ത്യാനിയുടെ കാര്യം കട്ടപ്പുകയാണ്. ജൂതന്മാരില്ല, കാരണം ജൂതന്മാരെ അവിടെ നിന്നൊക്കെ വിട്ടു. ജൂതന്മാരെ കിട്ടിയില്ല, നമുക്ക് ക്രിസ്ത്യാനി ആയാലും മതി കൊല്ലം. ജൂതന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഇതിൻ്റെ സത്യം കാണാതെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇസ്ലാമിൻ്റെ ഉത്ഭവം മുതൽ അത് ആയുധ സമരത്തിലൂടെ വളർന്ന ഒരു മതമാണ്. ആയുധമെടുക്കാതിരുന്നത്. എന്നിട്ട് ഇവിടെ എല്ലാവരും പറയും സമാധാനത്തിൻ്റെ മതം. അല്ല, അത് വെറുതെ പറയുന്നതാണ്. അത് ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചിട്ടുള്ള ഒരാളും അങ്ങനെ പറയുമെന്ന് തോന്നണില്ല. അല്ലാഹു പരമകാരുണികനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ പരമകാരുണികനായ അല്ലാഹുവിന് വേണ്ടി ഭൂമിയിൽ ഇതിങ്ങനെ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു ചരിത്രം ഇസ്ലാം മതത്തിനുണ്ട്. കൊന്നിട്ട് ഭൂമി മുഴുവൻ ഇസ്ലാമിൻ്റെ ആക്കിയിട്ട് ഭൂമി അള്ളാഹുവിന് വഖഫ് ചെയ്യണം. അതാണ് ചെറിയൊരാഗ്രഹമുള്ളൂ. ചെറിയൊരാഗ്രഹം, വളരെ ചെറുത്. ഭൂമി മുഴുവൻ ഇസ്ലാമിൻ്റേതാക്കിയിട്ട് ഭൂമി അള്ളാഹുവിന് വഖഫ് ചെയ്ത് അതോടുകൂടി അള്ളാഹു തൃപ്തനാവും. അപ്പോൾ പിന്നെ അള്ളാഹു ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ്. പരമാവധി ഭൂമി കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് വരുമ്പോൾ ഈ സിറിയയിലൊക്കെ എത്രയോ യുദ്ധം നടന്നിട്ടുണ്ടെന്നറിയാതെ. മാത്രമല്ല സൗദി അറേബ്യയിൽ യുദ്ധം നടന്നിരുന്നു. സൗദി അറേബ്യയിൽ ഇസ്ലാം വരുന്നത്. ആ ഗൾഫ് പ്രദേശത്തുള്ള എല്ലാ സ്ഥലത്തും യുദ്ധം നടന്നതിന് ശേഷം 7-ാം നൂറ്റാണ്ട് തുടങ്ങി ഇത് മറ്റ് പ്രദേശങ്ങളിൽ ഇതേ രീതിയിൽ വരെയാണ്. അതെ. പക്ഷെ നമ്മൾ ഈ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഈ സോളമൻ്റെ കാര്യമൊക്കെ വായിക്കുമ്പോൾ ലെബനോൺ, സിറിയ എന്നൊക്കെ പറയുമ്പോൾ എത്ര മനോഹരമായ ഭൂപ്രദേശങ്ങളായിരുന്നു. അത് ഗംഭീരമായ ഭൂപ്രദേശം, വലിയ ചരിത്രമുള്ള ഭൂപ്രദേശം, ഒരുപാട് സംസ്കാരം ഉടലെടുത്തൊരു പ്രദേശം. പക്ഷെ അവിടെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഇത്രയേറെ സാംസ്കാരികമായ ഉന്നമനം കാത്തുസൂക്ഷിച്ചൊരു പ്രദേശം വേറെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ചും ആ പ്രദേശങ്ങളിൽ ആ സിറിയ മുഴുവനും ചെതറിപ്പിക്കുകയാണ്. ആ ചെതറിച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവർ ഇവർ HTS എന്ന് പറഞ്ഞ സംഘമാണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. HTS എന്ന് പറഞ്ഞൊരു സംഘം, അവരാണ് ഇവിടുത്തെ സകല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് HTS എന്ന് പറഞ്ഞാൽ ഹയത്ത് തഹ്റർ അൽഷാം, അതാണ് HTS. ഹയാത്ത്, ഹോട്ടൽ ഹയാത്തൊക്കെ അതിൽ നിന്ന് വന്നാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്തെങ്കിലും അറബി പദമായിരിക്കും. ഹയാത്ത് തഹ്റീർ അൽഷാം, HTS. ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകര സംഘത്തിൻ്റെ നേതാവാണ്. അപ്പം നിങ്ങൾ IS വേഷം മാറിയതാണ് HTS. അതെ, ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ബാക്കി 2 പ്രദേശത്ത് ഭരിക്കുന്നവർ മാന്യന്മാരാണ്. അല്ല, ഇതിനേക്കാൾ ഭീകരന്മാരാണ്. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ പോലും ഇന്ത്യയുടെ ഒരു ചരിത്രത്തിലൊരു പ്രത്യേകത ഉള്ളത്, അങ്ങോട്ട് പോയി ഏതെങ്കിലും ഒരു രാജ്യത്തെയോ സംസ്കാരത്തെയോ ആക്രമിക്കുന്നൊരു ശീലം ഇന്ത്യയിലില്ല. ലോകത്തൊരിടത്ത് നമ്മൾ ചെയ്തിട്ടില്ല. പ്രതിരോധമാണുള്ളത്. നമ്മളെ രോധത്തിന് വരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കും എന്നല്ലാതെ ഇപ്പോൾ പോലും അതാണ് ചെയ്തത്. ഒരാവശ്യവുമില്ലാതെ നമ്മളിരിക്കുന്ന സമയത്താണ് പഹൽഗാമിൽ വന്നിട്ട് തുണി പൊക്കി നോക്കിയിട്ട് ആളുകളെ വെടിവെച്ച് കൊന്നത്. ആ തുണി പൊക്കി നോക്കി ആളുകളെ വെടിവെച്ച് കൊന്നത് ഒരു മതത്തിൻ്റെ ചിഹ്നമാണ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ വരെ മലയാള പത്രങ്ങൾ മടിച്ചു എന്നുള്ളത്. ആദ്യം മടിച്ചു, പിന്നീട് ഗത്യന്തരമില്ലാതെ പറയേണ്ടി വന്നു. അല്ല, മടിച്ചു എന്ന് പറയുമ്പോൾ ഇവരുടെ അടിമത്വം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പത്രങ്ങൾ മാത്രമല്ല, ചാനലുകളും. ഞാൻ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മാധ്യമങ്ങളെന്നുള്ളതാണ്. അവർ ചാഞ്ഞ് കിടക്കുന്നിടത്ത് ഓടിക്കേറുക എന്നല്ലാതെ, അതല്ലാതെ എവിടെയെങ്കിലും ഇത് സത്യത്തിന് വേണ്ടി ഇത് ചെയ്യേണ്ടതല്ലേ, ഇതിങ്ങനെ വസ്തുത ശരിയല്ലേ എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ പള്ളികൾ ഈ സിറിയ അടക്കമുള്ള പല പ്രദേശങ്ങളിലും വ്യാപകമായി ആക്രമിക്കപ്പെടുമ്പോൾ അത് പറയാത്തതിൻ്റെ കാരണം അതാണ്. ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ കല്ലെടുത്തെറിയ, അല്ല, കൊല്ലുകയാണ്, ബോംബ് വെച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ് ആളുകളെ ഉൾപ്പെടെ.
ആളുകളെ ഉൾപ്പെടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, 7-ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയിലേക്ക് വന്ന ഇസ്ലാമിക ആക്രമണകാരികൾ ചെയ്തത് അത് തന്നെയല്ലേ? ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ തകർത്തു. ദേവാലയങ്ങൾ തകർത്തേ പറ്റൂ. കല്ലോട് കല്ല് ആക്കി. അതവർക്ക് തകർത്തേ പറ്റൂ. കാരണം ബിംബാരാധന പറ്റില്ല. അത് തന്നെയല്ലേ ഇപ്പം ഈ ടെമ്പിൾ മൗണ്ടിൽ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. അവരുടെ 2 ദേവാലയങ്ങൾ തകർത്തു. അതിൻ്റെ മുകളിലാണ് അലക്സ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവരുടെ ഒരു ശീലമാണ്. എവിടെയാണോ ഒരു ക്ഷേത്രമോ ഒരു പള്ളിയോ നിൽക്കുന്നത്, ആ ക്ഷേത്രമോ പള്ളിയോ പൊളിച്ചിട്ട് ഇപ്പം ഞാൻ ഒരു കാര്യം മോസ്ക് ഉണ്ടാക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മധുരയിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. മധുര ഈ ക്ഷേത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് മധുര? യു പിയിലെ പോയിട്ടില്ല. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥാനം. എന്തായാലും മുഹമ്മദ് നബിയേക്കാൾ മുൻപ് ജനിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ് എന്നൊരു ഐതിഹ്യമെങ്കിലും ഉണ്ടല്ലോ. അതെ അതെ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനത്തുള്ള ക്ഷേത്രത്തിനോട് തൊട്ട് ഒരേ മതിൽ വെച്ച് ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് അവർക്ക് ഇത്ര നിർബന്ധം എന്താണ്? അതാണ് എനിക്കറിയേണ്ടത്. എന്തിനാണ് അവിടെ തന്നെ ഉണ്ടാക്കുന്നത്? കുറച്ചങ്ങോട്ട് മാറി ഉണ്ടാക്കിയാൽ പോരെ? നമ്മുടെ ഇവിടുത്തെ അല്ല, ഇവർക്കാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഒരു വിശുദ്ധ സ്ഥലം എന്നല്ല, ഒരു ഹാളാണ് ഇവർ. അതെ, പ്രയർ ഹാളാണ്. എന്തിനാ ക്ഷേത്രത്തിൻ്റെ മതിലോട് വെച്ച് തന്നെ ഒരു പള്ളി ഉണ്ടാക്കിയത്? എന്തിനാണ്? നമ്മുടെ കേരളത്തിലെ കമ്മി സഹോദരങ്ങൾ പറയും മതസൗഹാർദ്ദത്തിന് വേണ്ടി. അത് എങ്ങനെയാണ് മതസൗഹാർദ്ദം? കുറച്ച് മാറിപ്പോയാൽ മതസൗഹാർദ്ദം ഇല്ലാതെ ആയി പോവുക. എങ്ങനെയാണ് മതസൗഹാർദ്ദമാകുന്നത്? ഇവിടെ തിരുവനന്തപുരത്തുണ്ടല്ലോ. അതെ അതെ. ഞാൻ പറഞ്ഞ അതിനോട് അടുത്ത് തന്നെ അവിടെ തന്നെ വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അയോധ്യയിൽ രാമൻ ജനിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തർക്കിച്ചോളൂ. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കി അത് പൊളിച്ചൊരു പള്ളി പണിയണമെന്ന് തീരുമാനിക്കുന്നത് എന്തർത്ഥത്തിലാണ്? വേറെ ഞങ്ങളല്ലാതെ ആരും പാടില്ല. പിന്നെ എന്തിനാണ് ടിപ്പുവും ഹൈദരാലിയും അതിനുശേഷം ടിപ്പുവും 100 കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചത്? എന്തിനാണ്? അതിന് പുതിയ സിദ്ധാന്തം കൊണ്ടുവരും കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ. ക്ഷേത്രങ്ങളിലൊക്കെ സ്വത്തുണ്ടായിരുന്ന സ്വത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു തിരിച്ചു ചോദ്യമുണ്ട്. ക്ഷേത്രങ്ങളിലെ സ്വത്ത് പൊതുസ്വത്തല്ലേ? അതെന്തിനാ ഇവർ കൊള്ളയടിക്കണത്? ഇവർ കൊള്ളയടിക്കണം. പക്ഷെ അതിൽ നിന്നല്ല. ഇസ്ലാമിൻ്റെ ഒറിജിനലിൽ ഈ കൊള്ളയടിക്കലുണ്ട്. ആ കൊള്ളയടിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവാചകൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. ഇത്രയേറെ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയും 10,000 പേരെ കൊന്നൊടുക്കുകയും ചെയ്ത ഒരു പ്രവാചകനും ചരിത്രത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഇത് സമാധാന മതമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിസ്മരിക്കരുത്. വേറെ ആരുമില്ല. ഇപ്പം യേശുദേവൻ ആരെങ്കിലും കൊല്ലാൻ പോയിട്ടുണ്ടോ? കൊന്നിട്ടില്ല. ഒരാളെയും കൊല്ലാനും പറഞ്ഞിട്ടില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ അടിച്ചാൽ അവിടെയും കാണിച്ചു കൊടുക്കണം എന്നാണ്. ഇവിടെ വ്യഭിചാരത്തിന് വധശിക്ഷ കല്ലെറിഞ്ഞ് വിളിക്കുമ്പോൾ യേശുദേവൻ പറഞ്ഞത് ഞാനോ നിന്നെ വിധിക്കുന്നില്ല എന്നാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവരാരുണ്ടെന്ന് ചോദിച്ചു. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും കല്ലിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ അവശേഷിച്ചത് യേശുവും വേശ്യയും. ജന്മം മുതലേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവരെന്ന് സുവിശേഷകന്മാർ സാക്ഷ്യം പറഞ്ഞ യേശുദേവൻ മാത്രമാണ് അവളെ ശിക്ഷിക്കാൻ യോഗ്യൻ. വിറച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ നോക്കിയിട്ട് പറഞ്ഞത് ഞാനോ നിന്നെ വിധിക്കുന്നില്ല എന്നാണ്. അങ്ങനെ ആരെയും വിധിക്കാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നൊരു സമീപനമെടുത്തൊരു പ്രവാചകൻ. ഇവിടെ അങ്ങനെയല്ല. എല്ലാവരെയും വിധിക്കുകയും എല്ലാവരെയും വധിക്കുകയും ചെയ്ത വേറൊരു പ്രവാചകൻ. ഇത് രണ്ടുപേരും 2 തരത്തിലല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രവാചകന്മാരല്ല എന്നല്ല, യേശുദേവനോട് ഈ മുഹമ്മദിനോട് ഇത്രയേറെ കാരുണ്യം കാണിച്ച ദൈവം ഏകദൈവമാണല്ലോ. ആ ദൈവം ഈ യേശുദേവനോട് അങ്ങനെ ഒരു കാരുണ്യവും കാണിച്ചില്ല. തലയിൽ ചൂടാൻ മുൾക്കിരീടം, കുടിക്കാൻ കയ്പ് നീര്, ചുമക്കാനായിട്ട് സ്വന്തം തൂക്കത്തേക്കാൾ ഇരട്ടി തൂക്കമുള്ള മരക്കുരിശ്, സഞ്ചരിക്കാൻ നേർവഴികളല്ല നിമ്നോന്നതങ്ങളായ മലമ്പാതകൾ. ഇതാണ് കൊടുത്തത്. പക്ഷേ യേശുദേവന് അതിലും പരാതി ഉണ്ടായിരുന്നില്ല. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം നിറവേറപ്പെടട്ടെ എന്നാണ് ആ സന്ദർഭത്തിലും യേശുദേവൻ പ്രാർത്ഥിച്ചത്. അതുപോലെയാണ് ഇത് ഓരോ സ്ഥലത്ത് ചെല്ലുക,
അവിടെ മക്ക ആക്രമിക്കുക, മദീന ആക്രമിക്കുക, ഓരോ ക്ഷേത്രങ്ങൾ തകർക്കുക, എന്നിട്ട് അവിടെ പള്ളി പണിയുക, അതിന് നേതൃത്വം കൊടുക്കുക. അങ്ങനെ 62 യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന ഖ്യാതിയോടുകൂടി 62-ാമത്തെ വയസ്സിലോ മറ്റോ അദ്ദേഹം 62-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു അവിടെ അധികാര കൈമാറ്റത്തിന് വേണ്ടി. അതിൽ രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം മരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനാണ് അബൂബക്കർ, മരുമകനാണ് അലി, ഷിയാകളുടെ നേതാവ്. അലി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇയാളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഡെഡ് ബോഡി കുളിപ്പിക്കാനും കുളിപ്പിച്ച് കഴിഞ്ഞ് മയ്യത്ത് മറവ് ചെയ്യാനും വേണ്ടി പോയ സമയത്ത് പ്രവാചകൻ്റെ അമ്മായിയപ്പനായ അബൂബക്കർ അവിടെ ഉള്ളവരെ കൂട്ടിയിട്ട് ഞാനാണ് ഖലീഫ എന്ന് പ്രഖ്യാപിച്ച് ഭരണം തുടങ്ങി. ഉദ്മൻ എന്ന് പറയുന്ന അത് കഴിഞ്ഞിട്ട് ഇയാൾ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പിൻഗാമിയായിട്ട് ഉമറിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഉമർ വരുന്നത് അങ്ങനെയാണ്. മഹാത്മാഗാന്ധി മഹാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമറിന്. എനിക്കങ്ങനെ ഒരു മഹത്വം തോന്നിയിട്ടില്ല. ഇങ്ങനെയാണ് വന്ന വഴി വളഞ്ഞതാണ്. അതും പറയണമല്ലോ, സത്യം മഹത്താണെന്ന് ഗാന്ധി തന്നെ പറഞ്ഞിരിക്കുന്ന സ്ത്രീക്ക് പറയുന്നതാണ്. വന്ന വഴി വളഞ്ഞതായിരുന്നു. അധികാരമാണ് പ്രലോഭിപ്പിക്കുന്നത്. അധികാരവും പണവും കൊണ്ട് പ്രലോഭിതരായവരാണ് ഈ പ്രവാചകൻ മുതൽ അദ്ദേഹത്തിൻ്റെ അനന്തരഗാമികളും. അല്ലെങ്കിൽ എന്തിനാണ് ഈ സ്ഥലമൊക്കെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി പോകുന്നത്? ദൈവത്തിന് വേണ്ടി. ഇനി ഖുറാനിൽ തന്നെ ഒരു വാക്യമുണ്ട്, ദൈവം ഇതെല്ലാം ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിൻ്റെ ഒന്നും സഹായമില്ലാതെ അത് നേടുമായിരുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പം പിന്നെ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നതിലെ വിഡ്ഢിത്തമില്ലേ? എന്തിനാ ദൈവത്തിന് ഇവർ യുദ്ധം ചെയ്താൽ? പരമകാരുണികൻ, ലോകാലോകങ്ങളുടെ സൃഷ്ടാവ്, സർവശക്തൻ, എല്ലാത്തിനെയും നിയന്ത്രിച്ച് നിൽക്കുന്ന മഹാശക്തി. ആ മഹാശക്തിക്ക് ഇവിടെയുള്ള അല്പപ്രാണികളായ മനുഷ്യർ യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ നിലനിർത്തണമെന്ന് പറയുന്നതിലെ യുക്തിഭംഗമില്ലേ? ആ യുക്തിഭംഗം പോലും കാണുന്നില്ല. ഏതായാലും ലോകത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്ത് വംശീയതയാണ്. മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലലാണ്. അത് നിർഭാഗ്യവശാൽ അതിൻ്റെ പഴി മുഴുവൻ ഒരു വിഭാഗത്തിൻ്റെ മേലാണ് വന്നുപെടുന്നത്. കാരണം അവരാണത് ചെയ്യുന്നത്. അല്ല, നിർഭാഗ്യമല്ല അത്. അവരിത് വേണ്ട എന്ന് തീരുമാനിക്കണ്ടേ ഈ കാലത്തെങ്കിലും? കാലം ഒരുപാട് മാറി. നമ്മൾ 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നു. കാലം മാറി, കോലം മാറി, ജീവിത രീതികൾ മാറി. ഒരാൾക്കും ഒരു കാര്യവും മൂടിവെക്കാൻ, ദൈവത്തിന് പോലും ഒരു കാര്യം മൂടിവെക്കാൻ കഴിയില്ല. ബൈബിളിൽ പറയുന്ന പോലെ അർദ്ധരാത്രി ആരും അറിയാതെ ചെയ്യുന്നത് അടുത്ത ദിവസം പുരപ്പുറത്ത് നിന്ന് കൂകപ്പെടും എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷം കൂകപ്പെടുകയാണ്. അതെ. അങ്ങനെയുള്ളൊരു കാലത്ത് ഇതല്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് ഇവർക്ക് തോന്നുന്നില്ല. അപ്പോൾ ശരീഅത്ത് സിറിയയെ 3 ആക്കി വിഭജിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.